പഠിപ്പിച്ചില്ലേ ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, അല്ലേ? എൻ്റെ ഉപ്പാൻ്റെ പ്രായം ഉണ്ടാവും, ഇങ്ങനെ എഴുതി കൊടുത്തിട്ട് പഠിപ്പിക്കാം. പിന്നെ ഇങ്ങനെ നേരാകുക, അല്ലേ? എന്താ ഒന്ന് ചെറുതായാൽ ബഹുമാനികളെ, മോമിനീങ്ങളെ, അല്ലേ? ബഹുമാനപ്പെട്ട മോമിനീങ്ങളെ, ഇങ്ങനെയൊക്കെയാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മളെ മക്കൾക്ക് ഇവിടെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, അതാ പോയി പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം അവർക്ക് തലപ്പാവ് അത് പിന്നെ ചാട്ടിത്തൊപ്പി ആയാൽ പിന്നെ ഓനിങ്ങോട്ട് പ്രവേശനമില്ല, പിന്നെ മാറി. പിന്നെ ഓരോ സ്ഥലത്ത് ജോലിക്ക് ചെല്ലുമ്പോൾ പിന്നെ ഇങ്ങോട്ട് അടുക്കൂല. അവിടെ ഇങ്ങനെ അല്ല, മറ്റുള്ള വല്യമ്മേളപ്പം കൂട്ടം കൂടിയിട്ട് ആ വേഷം കെട്ടി പിന്നെ ഓനക്ക് ഇങ്ങോട്ട് പ്രവേശനമില്ല. അത് ഇസ്ലാമിൻ്റെ ശിആർ എന്താണ്? നമ്മളുടെ മുൻഗാമികളായിരിക്കുന്ന ഉഖറവിയായിരിക്കുന്ന ആലിമീങ്ങൾ എങ്ങനെയായിരുന്നു അവർ തലയിൽ കിട്ടിയത്? എങ്ങനെയായിരുന്നു അവർ കുപ്പായം ധരിച്ചത്? എങ്ങനെയായിരുന്നു അവർ ജനങ്ങളുടെ സദസ്സുമായി കൊണ്ട് ബന്ധപ്പെട്ടിരുന്നത്? എങ്ങനെയായിരുന്നു അവർ പിന്നെ അവരുടെ യൂണിഫോമുകളും ഒക്കെ എങ്ങനെയായിരുന്നു വഅദ് പറഞ്ഞിരുന്നത്? അല്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ ശിആർ എന്ന് പറയുന്നത്? എങ്ങനെയായിരുന്നു അള്ളാഹിൻ്റെ വീടിനെ, അള്ളാഹിൻ്റെ പള്ളിനെ ബഹുമാനിച്ചിരുന്നത്? ഇതിനനുസരിച്ചൊക്കെ അല്ലേ നമുക്കുണ്ടാകുക, നമ്മളും അതല്ലേ കുരുത്തം പൊരുത്തം എന്ന് പറയുന്നത്?